അപ്പുറത്തെ വീട്ടുകാരനായ ഒരു ഹിന്ദു അവൻ്റെ വീട്ടിൽ പൂത്തിരി കത്തിച്ചിരാൻ നിൽക്കുക. അപ്പം ഈ പോയി തട്ടി നോക്കണ്ടേ എന്ത് പറ്റി? അപ്പം പറഞ്ഞു എന്ത് അച്ഛൻ പണിക്കോയിട്ട് വന്നിട്ടില്ല. അച്ഛൻ വൈകുന്നേരം വരുന്നതെന്ന് ഞങ്ങൾ വിചാരിച്ചു, പക്ഷേ അച്ഛനെ കാണാനില്ല. എങ്കിൽ അവർക്ക് വിഷു കഴിക്കാനുള്ള പൈസയും പടക്കം വാങ്ങാനുള്ള പൈസയും കൊടുക്കേണ്ടത് മുസ്ലിമായ എൻ്റെ കടമയില്ലേ? ആണോ അല്ലേ? അതിൻ്റെ കടമയാണ്. ഞാൻ ആ ഇസ്ലാമില്ല. എന്തുകൊണ്ട്? അവനെൻ്റെ അയൽക്കാരനാണ്. എന്താ അത് മനസ്സിലാക്കാറ്? ഇതാണ് ദീനടൂ. അൽഹംദുലില്ലാ ഓൻ്റെ അച്ഛൻ വന്നിട്ടില്ല അത്രേ. നന്ദി, നമുക്ക് ഈ വിഷുവിനെങ്കിലും നമുക്കൊന്ന് സമാധാനത്തിൽ കടന്നുറങ്ങാലോ. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുണ്ട്. നിങ്ങൾ വെറുതെ തലാട്ടണ്ട, സൗകര്യമുണ്ട് തലാട്ടെ. നിങ്ങൾ അടുത്ത ക്ലാസ് വന്നോളൊന്നും എനിക്കില്ല. എൻ്റെ ദീൻ ഇങ്ങനെയാണ്. മലക്ക് പോകാൻ പൂതിയുള്ള ആൾക്ക് തുണി വാങ്ങാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ബാപ്പ പൈസ കൊടുക്കാൻ കിട്ടുന്നുണ്ട്. ഞാനും കൊടുത്തിട്ടുണ്ട്. പൈസ ഉള്ളോന് ഈ കൊല്ലത്തെ തുണിൻ്റെ വക ജോയിക്കും. അങ്ങനെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മളെ കൂടെ ഒരു ഹിന്ദു ആയ സഹോദരൻ ഉണ്ടായിരുന്നു ഒരിക്കൽ. അപ്പോൾ അവന് മലക്ക് പോകണം, അതിന് പൈസ ഞാൻ കൊടുത്തു. നിനക്ക് കറുത്ത തുണി മുണ്ടും എന്താണ് വാങ്ങേണ്ടത് അയച്ചു വാങ്ങിക്കും, അതിന് പൈസ ഞാൻ കൊടുത്തു. മനസ്സിലാണ്ട് പറഞ്ഞത്? അതൊന്ന് സന്തോഷം. എന്തുകൊണ്ട്? അവൻ്റെ സന്തോഷം. ആ സന്തോഷം മറക്കൂല എന്നും പറയാം സന്തോഷം. എൻ്റെ വീട്ടിൻ്റെ പരിസരത്ത് മുഴുവനും ഇന്നലെ ഉറങ്ങാൻ കഴിയില്ല. അതെൻ്റെ സന്തോഷമാണ്. എനിക്കെന്താ പ്രശ്നം? എന്തുകൊണ്ട്? അവർ വിഷുവിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ രാത്രി 12 മണി കഴിഞ്ഞിട്ടാണ് അടുത്ത വീടുകളിലൊക്കെ പൂത്തിരി കത്തിക്കുന്നത്, പടക്കം പൊട്ടിക്കുന്നത്. അതിലെന്താ പ്രശ്നം? എൻ്റെ ഒരു രാത്രി പോയതുകൊണ്ട് എന്താ പ്രശ്നം? എന്താ? നേരം വെളുക്കുന്നവരെ എന്ന് പറഞ്ഞാൽ ഞാൻ ഉറങ്ങിയിട്ടില്ല. മനസ്സിലാണ്ട് പറഞ്ഞത്? അത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്തുകൊണ്ട്? എൻ്റെ അയൽക്കാരൻ സന്തോഷിക്കാണ്. അയാളുടെ സന്തോഷം അല്ലാണ് ഞാൻ നിന്ന് കൊടുക്കണം. നീ എൻ്റെ വീട്ടിൽ നിന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അത് അപ്പുറത്ത് ഇബ്രാഹിം ഖാൻ്റെ പിന്നെ പേരിന്നു അങ്ങനെ തന്നെ, അപ്പുറത്ത് ജമീൽ താത്താൻ്റെ പേരിന്നു അങ്ങനെ തന്നെ, അപ്പുറത്ത് ഷാഫിൻ്റെ പേരിന്നു അങ്ങനെ തന്നെ. ഒച്ചിട്ട് ഒരു രാത്രി നേരം വെളുക്കുന്നത് വരെ ഉണർച്ചുള്ള സമയത്തൊക്കെ തെക്കുബീർ ചെല്ലും. ഇവര് ക്ഷമിക്കണില്ലേ? ഉണ്ടോ ഇല്ലേ? എന്താ എന്നാ നിനക്കെങ്ങനെ? ഇന്നലെ വിഷുവിൻ്റെ രാത്രിയാണ്. ഇന്നലെ രാത്രി 4 പടക്കം പൊട്ടുമ്പോഴത്തേന് ഈ ബേജാറാണ്. എന്തിനാ ഇതൊന്ന് നിർത്തിയെങ്കിൽ മതിയായിരുന്നു പറയണം. എന്തിനാ എനിക്ക് പറയാൻ? എന്തിനാ? നിൻ്റെ എന്തൊക്കെയോ കാര്യങ്ങൾ അവർ ക്ഷമിക്കണില്ലേ? നിന്റെ വളപ്പിലിട്ട് നീ ഉളുഹിയത്തർത്തില്ലേ? അർത്ഥമില്ലേ? അർത്ഥം. ഒരു കാലത്ത് അങ്ങനെയാണല്ലോ. ഇപ്പോഴല്ലേ ഇപ്പം വെട്ടിക്കൂട്ടായി പള്ളി കൊണ്ടുപോയി വെട്ടിക്കൂട്ടൽ തുടങ്ങിയത്. ഇതെന്തേ അങ്ങനെ തന്നെ? അക്കും ബാത്തിലില്ലാത്തൊരു വെട്ടിക്കൂട്ടാനല്ലേ ഇപ്പം നടക്കുന്നത്. ആരാണ് എന്താ ഒരു പിടുത്തമല്ല. ഇത് അങ്ങനെ തന്നെ. ഒരു പിടുത്തം ഒന്നും ഇന്നത്തെ കാലത്ത് എന്താണ് ഈ വെട്ടിക്കൂട്ട് നടത്തുന്നത് യാതൊരു പിടുത്തമല്ല. ഒരു ഫിക്കോ അതിന് പാലിക്കണമില്ല. ഞാൻ വർത്താനം പറയുന്നില്ല. ഒരു മനുഷ്യൻ ഇത് മനസ്സിലാക്കി സ്വന്തം വീട്ടിൽ ആർത്തതിൻ്റെ പേരിൽ കമ്മിറ്റി പ്രശ്നം ഉണ്ടാക്കി മഹലിൽ നിന്ന് പുറത്താക്കുന്നവരെ പറഞ്ഞു. അതും ഓനാളെ നിന്ന് പുറത്തേക്കാണെങ്കിൽ പുറത്തേക്ക് ഓൻ ചെയ്താലേ ശരി. ഓൻ്റെ വളപ്പിൽ ഉളുഹിയത്തർക്കാൻ തീരുമാനിച്ചാൽ അതല്ലേ ശരി. എൻ്റെ പാപ്പ മരിക്കുന്നത് വരെ എന്നെ പറമ്പിലിട്ട് ഉളുഹിയത്തർക്കും. ഇറച്ചി കൊണ്ടിക്കോളി പറയും. ഇറച്ചി കൊണ്ടിക്കോളി. അതിൻ്റെ അത്യാവശ്യ കടമകൾ ഞാൻ വീട്ടും. ബാക്കി ഇറച്ചിങ്ങൾ ആർക്ക് കൊടുത്തോളി, പ്രശ്നമില്ല. എൻ്റെ കടമ ഞാൻ വീട്ടും. എൻ്റെ വളപ്പിലിട്ട് ഇറക്കും. കാരണം എൻ്റെ വളപ്പിൽ മഹാനായ സയ്യിദ് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഓർമ്മ എൻ്റെ വളപ്പിലാണ് ഞാൻ നടത്തേണ്ടത്. ഞാൻ പാർക്കുന്ന വളപ്പിൻ്റെ കെട്ടിൻ്റെ ഉള്ളിൽ അവിടെ ഒരു സത്യം ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അത്യാവശ്യ കടമുള്ള കുറച്ച് ഇറച്ചിയുണ്ട്, അതെടുത്ത് ഞാൻ കൊടുക്കേണ്ടവർക്ക് കൊടുക്കും. ബാക്കി നിങ്ങൾ കൊണ്ടിക്കോളി. അപ്പോൾ ഈ അറിവ് നിങ്ങൾ ഇത് നടത്തിയില്ലേ? അപ്പുറത്ത് കേശവൻ്റെ പെരക്കാർ വല്ല എതിർപ്പും പറഞ്ഞു ഇല്ലല്ലോ. എന്താ അവനുള്ള ക്ഷമ എനിക്കില്ലാത്ത ജന്തു സിനിമ? നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലായാൽ ഇതെന്താ നമ്മൾ ചിന്തിക്കാത്ത?
വിഷുവിൻ്റെ രാത്രി പിന്നെ അവർ പടക്കം പൊട്ടിക്കും, നേരം വെളുത്താലും പൂത്തിരി കത്തിക്കും. കത്തിച്ചിട്ടല്ലേ എങ്കിലല്ലേ നമ്മൾ വിഷമം ഉണ്ടാകേണ്ടത്. അപ്പുറത്തെ വീട്ടുകാരനായ ഒരു ഹിന്ദു അവൻ്റെ വീട്ടിൽ പൂത്തിരി കത്തിച്ചില്ല നിൽക്കുക. അപ്പം പോയി തട്ടി നോക്കണ്ടേ എന്ത് പറ്റി? അപ്പം പറഞ്ഞു എന്ത്, അച്ഛൻ പണിക്കോയിട്ട് വന്നിട്ടില്ല. അച്ഛൻ വൈകുന്നേരം വരുന്നതെന്ന് ഞങ്ങൾ വിചാരിച്ചു, പക്ഷേ അച്ഛനെ കാണാനില്ല. എങ്കിൽ അവർക്ക് വിഷു കഴിക്കാനുള്ള പൈസയും പടക്കം വാങ്ങാനുള്ള പൈസയും കൊടുക്കേണ്ടത് മുസ്ലിമായ എൻ്റെ കടമയല്ലേ? ആണോ അല്ലേ? അതിൻ്റെ കടമയാണ്. ഞാൻ ആ ഇസ്ലാമില. എന്തുകൊണ്ട്? അവനെൻ്റെ അയൽക്കാരനാ. എന്താ നിങ്ങളത് മനസ്സിലാക്കാത്തത്? ഇതാണ് ദീനടോ. അൽഹംദുലില്ലാ ഓൻ്റെ അച്ഛൻ വന്നിട്ടില്ല അത്രേ. നന്ദി, നമുക്ക് ഈ വിഷുവിനെങ്കിലും നമുക്കൊന്ന് സമാധാനത്തിൽ കടന്നുറങ്ങാമല്ലോ. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ വെറുതെ തലാട്ടണ്ട, സൗകര്യമുണ്ട് തലാട്ടം. നിങ്ങൾ അടുത്ത ക്ലാസ് വന്നോളൊന്നും എനിക്കില്ല. എൻ്റെ ദീൻ ഇങ്ങനെയാണ്. മനസ്സിലാവണില്ല? എൻ്റെ അടുത്ത് ദാസൻ താമസിക്കുന്നുണ്ട്. ദാസൻ്റെ വീട്ടിൽ നിന്ന് പൂത്തിരി കത്തിച്ചിട്ടില്ലെങ്കിലാണ് എനിക്ക് ബേജാറാവുന്നത്. ഒരു പൂത്തിരി കത്തിക്കണവരല്ലേ, ഒരു പടക്കം പൊട്ടിക്കണവരല്ലേ. എൻ്റെ അപ്പോൾ ദാസൻ്റെ ഭാര്യ നമ്മളെ ഭാര്യനോട് പറഞ്ഞു, ഇന്ന് വെക്കുക, ദാസേട്ടന് 2 ആഴ്ച പണിയില്ല. എങ്കിൽ ഇനി എൻ്റെ ബാധ്യത എന്താ? എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കിട്ടണോടത്തുണ്ടെങ്കിൽ, എൻ്റെ കയ്യിലില്ല പക്ഷെ എൻ്റെ സ്നേഹിതൻ്റെ കയ്യിലുണ്ട്, ഒരു 5000 ഉറുപ്പിക ഉണ്ട്, ഒരു വിഷുവിന് ഒന്നുമില്ല, എൻ്റെ അയൽവാസി ദാസൻ. നിങ്ങൾക്ക് പറയാൻ മനസ്സിലാവുന്നുണ്ടോ? ഏതോ നാട്ടിൽ എഴുതി വെച്ച ഫിക്ക് ഇവിടെ വായിക്കാറുണ്ട്. നിങ്ങൾ ഇന്നോ ഒഴിവായിക്കളിയും, ഞങ്ങൾ കൊടുത്തില്ല. മനുഷ്യത്വത്തിനപ്പുറം ഒരു മതം പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾക്ക് പറയണ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി പറഞ്ഞുതരാം. ഇന്നലെ നേരം വെളുക്കുന്നവരെ ഉറങ്ങാതെ വന്ന ആളാണ് ഞാൻ. എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്തുകൊണ്ട്? ഞാൻ രാവിലെ ഇറങ്ങിപ്പോരുമ്പോൾ എന്ന സമയത്ത് ഞാൻ ഈ സത്യം പറഞ്ഞു, ഞാൻ രാവിലെ ഇറങ്ങിപ്പോരും, ഞാനും മൂസക്കുട്ടി വരിക. ആ ഇറങ്ങിപ്പോരുന്ന സമയത്ത് പിന്നെ എൻ്റെ അയൽ വീട്ടിൽ ഒന്ന് നോക്കി, സൂക്ഷിച്ചു നോക്കി. സത്യമാണ് ഈ പറയുന്നത്. എൻ്റെ റബ്ബിനെ മുൻനിർത്തി പറയാൻ ഈ പറഞ്ഞ വർത്താനം. എൻ്റെ അയൽ വീട്ടിലേക്ക് ഞാനിങ്ങനെ എത്തി നോക്കി. ഞാനങ്ങനെ എത്തി നോക്കുന്ന ആളല്ല. ചെന്ന് ഞാൻ ഒന്ന് കൃത്യമായി വീണ്ടും എത്തി നോക്കി. എന്തിനെ എത്തി നോക്കിയെന്നറിയോ? അവരാരെങ്കിലും പുറത്തുണ്ടോ? പുറത്തുണ്ടെങ്കിൽ അവർക്ക് വിഷുക്കൈ നീട്ടം കൊടുക്കണം. എൻ്റെ കയ്യിൽ, എൻ്റെ ബാഗിൽ അതിന് പൈസയുണ്ട്. ചില്ലറ പൈസയാണ് കൊടുക്കേണ്ടത്. ഒരു 50 ഉറുപ്പ്യ ഒക്കെ 10 കുട്ടിയൊക്കെ 50 ഉറുപ്പ്യ കൊടുത്താൽ 500 ഉറുപ്പ്യല്ലേ പോകല്ല അത് കിട്ടിയത്. ഞാൻ വീണ്ടും നോക്കി. ആ കുട്ടികളാരെയും പുറത്തുണ്ടോ? ഇല്ല. ഞാൻ തിരിച്ചെന്ന് കൊടുക്കും. ഇന്ന് തിരിച്ച് ക്ലാസ് കഴിഞ്ഞ്, ഇപ്പം ഞങ്ങൾക്ക് റസൂലുള്ളാഹിനെ വിശദീകരിക്കുന്ന ക്ലാസ് എടുക്കുക. ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് പോയിട്ട് എൻ്റെ ദാസൻ്റെ അടുത്ത് പോലത്തെ 2, 3, 4 വീടുകളുണ്ട്, ഹിന്ദു വീടുകളാണ്. അവരെ വീടുകളിൽ വിഷുക്കൈ നീട്ടം കൊടുക്കും ഞാൻ ഇന്ന്. എന്തുകൊണ്ട്? അവരെ സന്തോഷം എൻ്റെ സന്തോഷമാണ്. ഫഅമ്മാ ജാറുൻ മുശ്രിക്കുൻ ലഹു ഹഖുൻ എന്ന പുണ്യ റസൂൽ. അവൻ ബഹുദൈവ വിശ്വാസിയാണെങ്കിലും അവനോട് നിനക്ക് കടമുണ്ട് എന്നാണ് ഹബീബ് നബി പറഞ്ഞത്. അവൻ്റെ സന്തോഷത്തിൽ പങ്കുചേരുക. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായ ഇതാണ് ദീന്. അപ്പം നിങ്ങൾ ഏതോ നാട്ടിൽ എഴുതി വെച്ച ഫിക്ക് എൻ്റെ മുന്നിൽ വായിക്കരുത്. ആ സാഹചര്യമല്ല എൻ്റെ സാഹചര്യം. സോഷ്യൽ സാഹചര്യങ്ങൾ പലതായിരിക്കും. അതനുസരിച്ച് ഫിക്കയിലും വ്യത്യാസം വരും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? നിസ്കാരം, നോമ്പ് പോലത്തേൽ ഒരു വ്യത്യാസം വരില്ല. അത് വളരെ കൃത്യമാണ്. അതാരത് വ്യത്യാസം വരുത്താൻ ശ്രമിച്ചാലും അവൻ കാഫറാവും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പക്ഷേ സാമൂഹിക കാര്യങ്ങളിൽ ഇങ്ങനെ ഉള്ള ഉദാഹരണങ്ങൾ നബിയുടെ കാലത്തെ ഉണ്ട്. ഞങ്ങൾ നേരം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇന്ന് 100 അസർ നിസ്കരിച്ചിട്ടില്ല, ഞങ്ങൾ 3 വഖത്തെ നിസ്കരിച്ചിട്ടുള്ളൂ എന്നൊരു സഹാബി നബിയോട് പറഞ്ഞിട്ടില്ല. അതായത് ചേകനൂര്യത്തിന് ഇസ്ലാമിൽ തെളിവില്ല.
അതേസമയത്ത് ബുദ്ധിമുട്ടിയവർക്ക് കൂട്ടിയടിക്കാൻ നബി സൗകര്യം ചെയ്തു. ളുഹ്ർ അസറിലേക്കും ചേർക്കാം, അസറിനെ ളുഹ്റിലേക്കും ചേർക്കാം, മഗ്രിബിനെ ഇശായിലേക്ക് ചേർക്കാം, ഇശായിനെ മഗ്രിബിലേക്കും ചേർക്കാം. അല്ലാതെ നിസ്കാരത്തെ നിഷേധിച്ചവൻ കഫറോ. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഉളൂ അതിൻ്റെ ഫർള് സുന്നത്ത് അതിലൊരു വ്യത്യാസമില്ല. ചെറിയ നേരിയ അഭിപ്രായം അഇമ്മത്തിനുണ്ട്. അതിന് ഒരാൾ ഒന്ന് പറഞ്ഞാൽ മറ്റൊരാൾ വേറൊന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കലസിമേനിയ, അതിലും പ്രശ്നമില്ല. മനസ്സിലാവേണ്ട പറഞ്ഞത് തോണ്ടിയാലും മതി. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈക്ക് തലയിൽ റുബഉ ഖദ്റെങ്കിലും തലയുടെ 4 ഭാഗമെങ്കിലും തടവണം. ആർക്ക്? അബൂ ഹനീഫത്ത് നുഅ്മാൻ അൽ കൂഫി റളിയല്ലാഹു അൻഹു പറയുന്നു, എന്ത് വെറുതെ ഇരിക്കണത്, ആരാ അവരൊക്കെ, അവരെ വീക്ഷണം അങ്ങനെയാണ്, ഒക്കെ നമ്മളെ മഹാന്മാരാണ്. നമ്മൾ ഷാഫി ഇമാമിനെ സ്വീകരിച്ചു, നമ്മുടെ നാട്ടിലെല്ലാവരും അങ്ങനെയാണ്. ഇനി നമ്മളിപ്പോൾ തമിഴ്നാട്ടിൽ പോയാൽ ആരെ സ്വീകരിക്കും? പറയേ, തമിഴ്നാട്ടിൽ പോയാൽ ഞാൻ ഷാഫി അല്ലാണല്ലോ വിചാരിച്ച് കയറെടുത്ത് പായണ്ട. അതൊക്കെ തന്നെയാണ്. അങ്ങോട്ട് ഇങ്ങോട്ട് ഒക്കെ ഒന്നാണ്. ഇതെല്ലാം ഒന്നാണ്, ഒക്കെ ഒന്നാണ്, എല്ലാം ഒന്നാണ്. അപ്പൊ അതിനൊന്നും യാതൊരു വ്യത്യാസമില്ല. പക്ഷെ സാമൂഹിക കാര്യങ്ങൾ പ്രദേശങ്ങൾക്കനുസരിച്ച് അതിന് വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ അതിന് ആ കാലത്തെ അവരുടെ സാഹചര്യത്തെ മനസ്സിലാക്കാതെ നമ്മൾ അതേപടി നമ്മളെ നാട്ടിലേക്ക് അർത്ഥം വെച്ച് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു വിടുന്ന മുസ്ലിയാക്കന്മാർ സമുദായത്തിന് വരുത്തി വെക്കുന്ന ദുരന്തങ്ങൾ ചെറുതല്ല. അത് വളരെ ഗൗരവമായി ചിന്തിക്കണം. അത് സാമൂഹികമായ സന്തോഷമാണ് ഒരു മുസ്ലിമിന് കരണീയം. അപ്പം നമ്മൾ അയൽക്കാരൻ തന്നെയാണ്. ഓൻ ആരും ആവും, വൈകാനം മുശ്രിക്കൻ, അവൻ ബൗദ്ധ വിശ്വാസിയാവും, എന്നാൽ അവനോട് നിനക്ക് ബാധ്യതയുണ്ട് എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാവേണ്ട പറഞ്ഞത്, നിന്റെ അയൽക്കാരനോട് നിനക്ക് ബാധ്യത ഉണ്ട്. ആ ബാധ്യതയിൽപ്പെട്ടതാണ് ഓൻ വിഷു കഴിക്കാൻ പൈസ അല്ലെങ്കിൽ പൈസ കൊടുക്കുക, വിഷു കഴിക്കാൻ പൈസ അല്ലെങ്കിൽ പൈസ കൊടുക്കുക. മലക്ക് പോകാൻ പൂതിയുള്ള ആൾക്ക് തുണി വാങ്ങാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ബാപ്പ പൈസ കൊടുക്കാൻ ഞാൻ കിട്ടുന്നുണ്ട്. ഞാനും കൊടുത്തിട്ടുണ്ട്. പൈസ ഉള്ളോന് ഈ കൊല്ലത്ത് തുണിൻ്റെ വക ജോയിക്കും, അങ്ങനെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മളെ കൂടെ ഒരു ഹിന്ദു ആയ സഹോദരൻ ഉണ്ടായിരുന്നു ഒരിക്കൽ. അപ്പം അവന് മലക്ക് പോകണം, അതിന് പൈസ ഞാൻ കൊടുത്തു. നിനക്ക് കറുത്ത തുണി മുണ്ടും എന്താണ് വാങ്ങേണ്ടത്, അയച്ചു വാങ്ങിക്കും, അതിന് പൈസ ഞാൻ കൊടുത്തു. മനസ്സിലാണ്ട് പറഞ്ഞത്, അതൊന്ന് സന്തോഷം. എന്തുകൊണ്ട്? അവൻ്റെ സന്തോഷം, ആ സന്തോഷം മറക്കൂല, എന്നും പറയാം സന്തോഷം. നമ്മളെ കാറ് നന്നാക്കുന്ന ഒരു എന്താ പറയുക, വർക്ക്ഷോപ്പിലെ ഒരാളുണ്ട്. ആ ആൾക്ക് പിന്നെ കുറേ കാലം നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. അയാൾക്ക് ഓണത്തിനെല്ലാം ഞാൻ വസ്ത്രം ഉണ്ടാക്കി എടുത്തു കൊടുക്കും. അപ്പോൾ അയാൾക്ക് വലിയ സന്തോഷം. അപ്പോൾ അയാൾ ഞാൻ ആരാണ്, ഞാൻ ഖുർആൻ പഠിപ്പിക്കാൻ പോകുന്ന ഒരാളാണ്, അയാളൊരു ഹിന്ദുവാണ്, അയാൾ കൃത്യമായി മലക്കൊക്കെ പോകുന്ന ആളുമാണ്. അപ്പോൾ ഓണത്തിന് ഞാൻ വസ്ത്രം എടുത്ത് പോകുമ്പോൾ അയാൾക്ക് ഭയങ്കര സന്തോഷമാണ്. ആ സന്തോഷമല്ലേ നമ്മളെ രാജ്യത്തിൻ്റെ ഭദ്രത? അതല്ലേ സമൂഹത്തിൻ്റെ ഭദ്രത? അതിലൊക്കെ എന്താണുള്ളത്? അത് എന്താണുള്ളതെന്നല്ല, അത് ചെയ്യാതിരിക്കുന്നതല്ലേ അബദ്ധം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? വളരെ ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. അല്ലാതെ തൗഹീദ് എന്ന് പറഞ്ഞാൽ അത് തുമ്മുമോയത്തിന് തെറിക്കണ മൂക്കല്ല, അത് വഹാബിയത്താണ്. തൗഹീദാണ് ഏറ്റവും അടി കിടക്കുന്നത്. പിന്നെ അത് ഇങ്ങനെ ആട്ടുമ്പോൾ തെറിക്കുകയാണെങ്കിലോ? മനസ്സിലായില്ല. ഏറ്റവും അടി കിടക്കുന്ന അസ്ലുഹാ സാബിതുൻ, അസ്ലുഹാ സാബിതുൻ. ഏതാണ് സൂറത്ത്? ഏതാണ് സൂറത്ത്? അസ്ലുഹാ സാബിതുൻ മസലു കലിമത്തിൻ ത്വയ്യിബത്തിൻ കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ തുഅതി ഉകുലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ. ഇബ്രാഹിം ആയിരിക്കും അല്ലേ മോനെ? നോക്കണം, എപ്പോഴും മുസാഫ് എപ്പോഴും എടുത്ത് നോക്കണം, എന്നാലേ ചോദിക്കുമ്പോഴത്തേന് പറയാൻ കഴിയുള്ളൂ. മുസാഫിമ്മ പണിയെടുക്കണോ, അതന്നെ മതി സ്വർഗത്തിന്. മാഷാ അല്ലാഹ്, മാഷാ. ഓ അതിൻ്റെ താഴെ തന്നെ മാഷാ അല്ലാഹ്, ഇവിടെ തന്നെ ഉണ്ട്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. എൻ്റെ മോന
അസ്ലുഹാ സാബിത്തുൻ വഫറുഉഹാ ഫിസ്സമാ. അലം തറ കൈഫ ളറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബതൻ കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിത്ത്. ഏറ്റവും മനോഹരമായ വാക്കിൻ്റെ ഉപമ അള്ളാഹു പറഞ്ഞത് നിങ്ങൾ കണ്ടുവോ? അത് ഏറ്റവും മനോഹരമായ വൃക്ഷം പോലെയാണ്. അസ്ലുഹാ സാബിത്തുൻ, അതിൻ്റെ തായ്വേര്, അതിൻ്റെ മുരട്, അതിൻ്റെ അടിഭാഗം മുരട് വളരെ ഭദ്രമാണ്. ഏതാണ് നല്ല വാക്ക്? ഏറ്റവും മനോഹരമായ വാക്ക് ഏറ്റവും മനോഹരമായ വൃക്ഷം പോലെയാണ്. ഏറ്റവും മനോഹരമായ വാക്ക് ഏതാ? അവർക്ക് പറ, എന്താണ് പേടിക്കണേ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് അസ്ലുഹാ സാബിത്തുൻ വഅസ്ലുഹാ സാബിത്തുൻ അസ്ലുഹാ സാബിത്തുൻ ഫിൽ ആലം വഅസ്ലുഹാ സാബിത്തുൻ ഫീക്. നീ മുവഹിദാണെങ്കിൽ നിന്റെ ഉള്ളിൽ അതെന്താകണം? ദൃഢമാകണം. അത് തുമ്മിയത്തിരിക്കണം മൂക്ക. യാ ഷേഖ് യാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി, ഓ കഫർ. എങ്ങനെ അസ്ലുഹാ സാബിത്താണ്? ഇത് വഹാബിക്ക് പറ്റിയ പിഴവാണിടൂ. ആ വീട്ടിത്തരം എന്തിനാ നമ്മൾ പേർന്നു? തൗഹീദിനെതിരാണ്, തൗഹീദിന് എതിരാണ്. ആയിക്കോട്ടെ, തൗഹീദല്ലല്ലോ ഓൻ്റെ മതം, എൻ്റെ മതം വേറെ അല്ലേ? അതിനെ സഹായിച്ചുകൊണ്ട് എൻ്റെ അസ്ലുഹാ സാബിത്തും നീ അവനെ ഒരു ബഹുദൈവ വിശ്വാസിയെ സഹായിച്ചുകൊണ്ട് പടച്ചോൻ്റെ കാര്യത്തിൽ എനിക്ക് ഡൗട്ട് വന്നോ? ചോദ്യത്തിന് മറുപടി അറിയണം. ഒരു ബഹുദൈവ വിശ്വാസിയെ സഹായിച്ചപ്പോൾ മാനുഷികമായ സഹായിച്ചപ്പോൾ നിനക്ക് അള്ളാഹുവിലുള്ള വിശ്വാസം കൂടാണോ കുറയാണോ ചെയ്ത്? എനിക്ക് കൂടരുത്. എന്തുകൊണ്ട്? അതിനും എൻ്റെ മതം എനിക്ക് അനുവാദം തന്നല്ലോ. എൻ്റെ മതം എത്ര വിശാലാണ്. സുന്നി മുസ്ലിയാക്കന്മാർ വഹാബിക്ക് വായിക്കരുത്. അവർക്ക് ഓണത്തിന്റെ ചോറുന്ന ശിർക്കവും പൊളിഞ്ഞു. അതെങ്ങനെയാണ് തൗഹീദാകുക? അസ്ലുഹാ സാബിത്തുൻ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഏത് പാറയും പൊട്ടിക്കാം, എന്ത് പൊട്ടിക്കാൻ പറ്റൂല? നിന്റെ ഉള്ളിലുള്ള പറയുടെ കുട്ടി എന്താണ് നോക്കിയിരിക്കണേ? പറ എന്താണ് വിചാരിച്ച്? അവന്റെ വീട്ടിൽ പൈസ ഇല്ല, കേശവന്റെ വീട്ടിൽ പൈസ ഇല്ല, അവർക്ക് പടക്കം വാങ്ങണം, ഇജ്ജ് പൈസ കൊടുത്തു. അതുകൊണ്ട് എങ്ങനെയാ നിന്റെ ദൈവവിശ്വാസം പോണത്? നിന്റെ ദൈവവിശ്വാസം ഉറപ്പിക്കല്ലോ വേണ്ട. എന്തുകൊണ്ട്? എൻ്റെ അയൽക്കാരൻ ആരാണെങ്കിലും അവനെ സഹായിക്കാൻ എൻ്റെ മതം എന്നെ പഠിപ്പിച്ചു. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇന്ത്യ അങ്ങനെ തന്നെയല്ലേ? പറയാ അങ്ങനെയാണോ? അല്ലേ? മറ്റത് വഹാബി മതാണോ? ഇസ്ലാമിന്റെ സുന്ദരമായ മുഖത്തെ വഹാബികൾ നശിപ്പിച്ചു. എന്തിനെയാണ് വഹാബികൾ നശിപ്പിച്ചതെന്ന് പോലും മുസ്ലിയാക്കന്മാർക്ക് ഇന്ന് അറിയില്ല. തവസ്സുൽ ഇസ്തിഗാസയും ചെയ്തില്ലെങ്കിൽ എന്താ തവസ്സുൽ ചെയ്തില്ല, അതെന്ത്? ഇസ്തിഗാസ ചെയ്തില്ല, അതെന്ത്? ദീനിൽ വാജിബായ കാര്യമല്ലല്ലോ. അതൊന്നുമല്ല വഹാബികൾ നശിപ്പിച്ചത്. വഹാബികൾ നശിപ്പിച്ചത് ദീനിന്റെ റഹ്മത്താണ്. നശിപ്പിച്ചു. കരുണയുടെ ഒരു ഭാവം അതാണ്. ഞങ്ങൾ മുസ്ലിങ്ങൾ തമ്മിൽ ഇർഹമു കരുണ ചെയ്യൂ. അപ്പോൾ പറഞ്ഞു കുല്ലനാ റഹീം, ഞങ്ങളൊക്കെ കരുണ ചെയ്യാറുണ്ട്. ലൈസ ബിറഹ്മതി ബഅദികും ബഅദൻ, നിങ്ങൾ മുസ്ലിങ്ങൾ തമ്മിൽ ചെയ്യുന്ന കരുണയല്ല ഞാൻ പറഞ്ഞത്. വലാകിൻ റഹ്മത്തുൽ ആമ്മ, എല്ലാ സമൂഹത്തിനും. യാ സുബ്ഹാനല്ലാഹ്, മുഹമ്മദ് യാ സുബ്ഹാനല്ലാഹ്. നിങ്ങൾ മുസ്ലിങ്ങൾ തമ്മിൽ ചെയ്യുന്ന കരുണയല്ല ഞാൻ പറഞ്ഞത്. വലാകിൻ റഹ്മത്തുൽ ആമ്മ, എല്ലാവർക്കും. ഈ എല്ലാവരും എന്ന് പറഞ്ഞില്ല നിരീശ്വരവാദി പെട്ടോല്ലേ? പെട്ടില്ലേ? ഓന് പെട്ടില്ലേ? പക്ക നിരീശ്വരവാദിയാ. നമ്മളപ്പുറത്തെ പറ്റില്ല, അല്ലെങ്കിൽ നമ്മളെ 4 പേരപ്പുറത്ത്. അവന്
പിടിച്ചുപോയി ജയിലിലേക്ക് എന്തോ കുറ്റം ചെയ്തിട്ട്. ഓൻ്റെ കുട്ടികൾ പട്ടി നടക്കാം. അവരും നിരീശ്വരവാദികളാണ്. എൻ്റെ ഉത്തരവാദിത്തം എന്താ? പറയാൻ്റെ ഉത്തരവാദിത്തം എന്താ? നിൻ്റെ ഉത്തരവാദിത്തം എന്താ? പറയാൻ എൻ്റെ ഉത്തരവാദിത്തം എന്താ? അവർക്ക് ഭക്ഷണം കൊടുക്കാൻ എൻ്റെ ഉത്തരവാദിത്തമല്ലേ? ഞാൻ അവനെ പിടിച്ചു പോയില്ല, അവൻ വീട്ടിലാണ്. അവൻ രാവും പകലും എന്താണ് സോഷ്യൽ മീഡിയയിൽ നിരീശ്വരവാദം പ്രചരിപ്പിക്കാണ്. പക്ഷെ അവൻ തിന്നിട്ടില്ല, അവൻ ഭക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്തം. ഇപ്പുറത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് രാവും പകലും ചൊല്ലുന്ന നിന്റെ ഉത്തരവാദിത്തം ആണോ അല്ലേ? ആണോ? പരവി എവിടെ നോക്കിയിരിക്കണേ? ആണോ അല്ലേ? അല്ലേ? എന്തെങ്കിലും മനസ്സിലാക്കി. എന്താ ഈ ദീന്? എന്താണ് ദീന്? അത് വഹാബിയത്താണോ? ബഹുദൈവ വിശ്വാസികളാണെങ്കിൽ പോലും അവരോട് നമുക്ക് എന്തുണ്ട്? കടമയുണ്ട്. വലാകിൻ റഹ്മത്തുൽ ആമ്മ ഇർഹമു, കരുണ ചെയ്യൂ. അപ്പോൾ അവർ പറഞ്ഞു കുല്ലുനാ റഹീം, ഞങ്ങളെല്ലാം കരുണ ചെയ്യുന്നവർ തന്നെ. അപ്പോൾ പറഞ്ഞു ലൈസ ബി റഹ്മത്തി ബഅദികും ബഅദൻ, നിങ്ങൾ മുസ്ലിങ്ങൾ തമ്മിൽ ചെയ്യുന്ന കരുണയല്ല ഞാൻ പറഞ്ഞു. വലാകിൻ റഹ്മത്തുൽ ആമ്മ, എല്ലാവർക്കും വലാകിൻ റഹ്മത്തുൽ ആമ്മ, എല്ലാവർക്കും. അപ്പൊ ബഹുദൈവ വിശ്വാസിക്കും അതിൻ്റെ അപ്പുറത്താണ് എന്ത്? നിരീശ്വരവാദി അവനും നിങ്ങൾ എന്ത് ചെയ്യണം? കരുണയിൽ മതമില്ല. അവൻ്റെ മതം നോക്കിയല്ല കരുണയേണ്ടത്, അവൻ്റെ ആവശ്യം നോക്കിയാണ്. നമുക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അവൻ 12 കൂട്ടാനും ചോറുമാണ് വിഷുവിന് വെക്കുക, 4 കൂട്ടാനേ ഉള്ളൂ. വിഷുവിന് തന്നെ അവൻ ഭക്ഷണത്തിന് വിളിച്ചു. അപ്പോൾ ഈ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ വിഭവങ്ങളൊക്കെ കുറവാണ്. ഞാൻ ചോദിക്കണ്ട, ഓൻ എന്ത് ചെയ്യും? വൈകുന്നേരത്തെ ഭക്ഷണം ഇതിനേക്കാൾ നന്നാക്കി ഉണ്ടാക്കട്ടെ. എൻ്റെ പോക്കറ്റിൽ പൈസ ഉണ്ടെങ്കിൽ ഒരു 2000-3000 രൂപ ഓൻ്റെ കയ്യിൽ എടുത്തു കൊടുത്താളാം. അതിന് കണക്കും വെക്കണ്ട. അതാണ് ദീൻ. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ലേ? ഇതാണ് ദീന്. ഇത് വഹാബികൾ നശിപ്പിച്ചു. വഹാബികൾ എന്ത് ചെയ്തു? അവരുടെ തൗഹീദ് ഉറച്ച തൗഹീദും അല്ല. നമ്മളെ ഉറച്ച തൗഹീദ് എന്താണ്? അസ്ലുഹ സാബിത, ഉറച്ചതാ. മറ്റൊക്കെ നമ്മൾ സഹായം, പരസ്പര സഹായം, സഹകരണം. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായി. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ, മനസ്സറിഞ്ഞാൽ പറയാം. അള്ളാഹു നമുക്ക് മനസ്സാണ് നന്നാവേണ്ടത്. നമ്മളെ മനസ്സ് നന്നാവണം.